പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലത്തിന്റെ നാശം പൂർണ്ണമായി. പടികൾ പൂർണ്ണമായും തകർന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമായി. 18 ലക്ഷം രൂപ ചിലവിൽ പുളിക്കക്കടവ് കായൽ തീരത്ത് നടപ്പാലം പുനർനിർമ്മാണം അറ്റകുറ്റപ്പണികൾക്ക് നഗരസഭ നടപടി തുടങ്ങുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാതെ ആയതോടെയാണ് പാലത്തിന്റെ നാശം പൂർണ്ണമായത്. കായൽ പ്രദേശം ഇതുവരെ DTPCയുടെ കൈവശമായിരുന്നു. നഗരസഭയ്ക്ക് നേരിട്ട് പദ്ധതി നടപ്പാക്കുന്നതിലും ഇടപെടുന്നതിലും പരിമിതികളുണ്ടായിരുന്നു. വർഷങ്ങളായി ഈ ഭാഗത്തെ തൂക്കുപാലം തകർച്ചയിലാണ്. അപകടാവസ്ഥയിലായതിനാൽ പാലം അടച്ചിട്ടിരിക്കുകയാണ്. കാലം കുറെ ഇനി എന്താ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ല. കാരണം ചെറിയ പൈതമക്കൾ വീണ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ തന്തക്കും മക്കൾക്കും പോയി, ആ തള്ളക്കും പോയി. ഇത് നമുക്ക് പറയാനുള്ളതോട് ഒരു 2-3 സ്റ്റെപ്പ് നേരാക്കുന്നതിന് എത്ര പേർക്ക് പണിയുണ്ട മുനിസിപ്പാലിറ്റിക്ക് അവർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എത്ര കാലം അവിടെ എത്രയോ യാത്രക്കാരും കണ്ട് വരാനുള്ളത് വെച്ചിട്ടാണ്. ചെറിയ സ്കൂൾ മക്കളും പോകാനാണ്. മദ്രസ തുറന്ന് നാളെ തുറക്കുകയാണ്. ഇനിയിപ്പോ കുറെ കുട്ടികൾ പോകാനുണ്ട്. പരിക്ക് പറ്റോടെ ഇനിയിപ്പോ ഞങ്ങൾ ശ്രദ്ധിച്ചോണ്ടപ്പോ ഇങ്ങനെ വന്നത്. ഇനിയിപ്പോ ഇതിന് മേലെ ആള് നിൽക്കേണ്ടി വരുമോ? ഇതിന് മുന്നേ കുറച്ച് സംഭവിച്ചപ്പോൾ ഞങ്ങളിത് പറഞ്ഞു കാലൊക്കെ മുറിയേറ്റൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. മാറഞ്ചേരി പഞ്ചായത്തിലെയും പൊന്നാനി നഗരസഭയിലെയും യാത്രക്കാർ ഇരുഭാഗത്തേക്കുമുള്ള യാത്രയ്ക്ക് ആശ്രയിക്കുന്ന പ്രധാന പാലമാണിത്. അപകടാവസ്ഥയിലായിട്ടും നിവൃത്തിയില്ലാതെ മുന്നറിയിപ്പുകൾ മറികടന്ന് പലരും പാലത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നാട്ടുകാർ നിരന്തരം പരാതികൾ ഉന്നയിച്ചിട്ടും DTPC നടപടി സ്വീകരിക്കുന്നില്ല. തൂക്കുപാലം അറ്റകുറ്റപ്പണികൾക്ക് അതിവേഗം നടപ്പാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഇതിനായി സർക്കാർ അക്രഡിറ്റഡ് ഏജൻസികളെ സമീപിക്കാനാണ് തീരുമാനം. ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നതിന് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. NCV ന്യൂസ് തൃത്താല. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.